ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് ദൈവം തന്ന ജീവിതം നമുക്ക് ദൈവത്തിരക്കരകളിൽ തന്നെ നമുക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രാർത്ഥന നിയോഗമായിട്ട് തകർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവമേ തകർന്നു പോകാതിരിക്കുവാനുള്ള ശക്തി, ബലം, കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 6-ാം തിരുവചനം. അബ്രാഹത്തിനോട് ദൈവമായ കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രാഹാം അന്തമായിട്ടാണ് വിശ്വസിച്ചത്, അനുസരിച്ച് യാത്ര തുടർന്നു, എങ്ങോട്ട് പോകണമെന്നറിയാതെ. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങോട്ടാണ് ദൈവമേ തകർന്നു പോകുന്ന സാഹചര്യം. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. ഹാഗാറിന്റെ നിലവിളിക്ക് മുന്നിൽ ഹാഗാറിന്റെ പേര് ചൊല്ലി കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ 17-ാം തിരുവചനം, ഹാഗാറെ നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട, കുട്ടിയുടെ കരച്ചിൽ ദൈവസന്നിധിയിൽ കേട്ടിരിക്കുന്നു. ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ താഴ്വരകള് ദൈവമക്കൾ ഇന്നത്തെ ദിവസം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അബ്രാഹത്തെ പേര് ചൊല്ലി വിളിച്ചൊരു കർത്താവാണെങ്കിൽ ഹാഗാറിന്റെ നിലവിളിക്ക് മുന്നിൽ ഹൃദയം തകർന്ന് പോയ നിമിഷങ്ങൾക്ക് മുന്നിൽ ദൈവമായ കർത്താവ് കടന്നു വന്ന അനുഗ്രഹച്ചനാണെങ്കിൽ നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് പ്രത്യേകം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തില് 8-ാം തിരുവചനം നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. ദൈവമക്കളെ, നമുക്കറിഞ്ഞുകൂടാ, ദൈവത്തിന്റെ വഴികൾ നമുക്ക് മുന്നിൽ അജ്ഞാതമാണ്. കടന്നു പോകുന്ന വഴികളിൽ ദൈവമായ കർത്താവ് നമുക്ക് താങ്ങും തണലും പരിചയമായിട്ട് കൂടെയുണ്ടെന്ന് കർത്താവ് വാഗ്ദാനം വിശ്വസ്തനായ ദൈവം നമ്മളോട് ഉറപ്പ് തരികയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 40-ാം അധ്യായത്തിൽ 17-ാം തിരുവചനം, കർത്താവ് ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും എന്റെ ദൈവമായ കർത്താവിന് എന്നെ കുറിച്ച് കരുതലുണ്ട്, അങ്ങ് എന്റെ സഹായകനും വിമോചനവുമാണ്, ദൈവമേ വൈകരുതേ. കടന്നു പോകുന്ന വഴികൾ മക്കളെ ദൈവത്തിനറിയാം, നമുക്ക് മാത്രം അറിയാം. പക്ഷെ നിന്നെ സൃഷ്ടിച്ച് പെരിച്ചൊല്ലി വിളിച്ച് കണ്ണിലെ കൃഷ്ണമണി പോലെ കത്തുവര് പാലിക്കുന്ന ദൈവത്തിനറിയാം നിന്റെ രോഗപ്പീഠകള്, മക്കളില്ലാത്ത അവസ്ഥകള്, കടബാധ്യതകള്, ദുഃഖത്തിന്റെ തേങ്ങലുകള്. പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ ഒരു നിമിഷം മാത്രം മതി. ആ നിമിഷത്തിന് വേണ്ടി കർത്താവ് നമ്മളെ കാത്തിരിക്കാൻ അനുവദിക്കും ദൈവമക്കളെ. അതുകൊണ്ടാണ് 61-ാം സങ്കീർത്തനം 2-ാം തിരുവചനം വായിക്കുന്നുണ്ട്, ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് അപ്രാപ്യമായ പാറമേല് എന്നെ കയറ്റി നിർത്തണമേ. മക്കളെ, മാറ്റമില്ലാത്ത തമ്പുരാന്റെ വചനം, നമുക്ക് അപ്രാപ്യമായിട്ടുള്ള പാറമേല് ഉയർന്നു നിൽക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവം നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നെ വീണ്ടും പണിതുയർത്തുമെന്ന് തമ്പുരാൻ ഉറപ്പ് തന്ന് അനുഗ്രഹിക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. വിശ്വാസത്തോടെയുള്ള ഈ ജീവിതയാത്ര, ആ ജീവിതയാത്രയിൽ നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ മക്കളുടെ ജീവിതം, പേരക്കിടാങ്ങളുടെ അവസ്ഥകള്, നമ്മുടെ ചുറ്റും നമ്മുടെ അയൽപ്പക്കാര്, സഹോദരനും മാതാപിതാക്കന്മാര് കടന്നു പോകുന്ന വഴികൾ ദൈവമേ താങ്ങും തണലുമായിട്ട് ഞങ്ങളുടെ കൂടെ ആയിരിക്കണമെന്ന് നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, ഈശ്വരദാന കരങ്ങളിലേക്ക്, കൃത്യ കൂട്ടായ്മയിലേക്ക്, തിരുക്കുടുംബത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ദൈവമേ, വചനത്തിന്റെ കൊട്ടകെട്ടി അങ്ങയുടെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടെ പോലെയുമാണ്. വിശ്വസിക്കാനാവാത്ത രീതിയിൽ മഹാത്ഭുതം ചെയ്യാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനം, ആ വചനം ഇന്നത്തെ നമ്മുടെ ജീവിത യാത്രയിൽ നമുക്ക് ശക്തിയായിരിക്കും, ബലമായിരിക്കും. നല്ല ദിവസം ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.